അന്നൊരു രാവിലെ മഴയുള്ള ദിവസം തുടങ്ങിയ ജേണി ആയിരുന്നു ഞങ്ങളത്. അങ്ങനെ ഞങ്ങൾ പോയി തൊണ്ടയാട് ഇപ്പോൾ എത്തി. കറൻ്റ് ഇപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ്. അവിടെ ട്രാഫിക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടാണ്. കറൻ്റ് ഇപ്പോൾ തൊണ്ടയാട് വന്നെത്തിയിട്ടുള്ളൂ. ഇവിടെ നാട്ടിൽ പോകണം. ബ്ലോക്കാണ്, ബ്ലോക്കല്ല സിഗ്നലാണ്. സിഗ്നലിൻ്റെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പറഞ്ഞാൽ സിറ്റുവേഷൻ ഹോസ്പിറ്റൽ കേസാണ്. ഒരു ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യത്തിന് വിളിച്ചാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് എക്സ്പാൻഡ് ചെയ്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയൊരു കാര്യം പറയാം. ഇതാണ് കണ്ണെന്താ ഇപ്പോൾ എഴുതി ഒപ്പിടുന്നത്. ആളാണ് എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോൻ. അപ്പോൾ അവിടെ ബാലേട്ടൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡിൻ്റെ ചെറിയൊരു ആവശ്യം വന്നുകൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എൻ്റെത് ഓപ്പോസിറ്റീവ് ബ്ലഡാണ്. അപ്പോൾ ബ്ലഡ് ബാങ്കിൽ പോയി കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ബ്ലഡ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലായിരുന്നു. അപ്പോൾ 18.something ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ട് കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ കുറേ തവണ എടുത്തു നോക്കി. അന്നപ്പോൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എടുക്കണ്ടെന്ന് ബ്ലഡ് പറഞ്ഞതിന് ശേഷം റിക്വസ്റ്റ് പ്രകാരം ഞാൻ തിരിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ കൂടെയുള്ളവർ എൻ്റെ കണ്ണപ്പൻ അനിയൻ ഉണ്ടായിരുന്നു. അനിയന് കൊടുക്കാനും പറ്റി. അനിയൻ കൊടുക്കാൻ ഇറങ്ങുകയും ചെയ്തു. ബട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. രണ്ട് ഫ്രൂട്ടി കുടിച്ചോ? അവറായില്ലേ? ഞാൻ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്ത് 2-3 തവണ ചെക്ക് ചെയ്ത് 3 തവണ ചെക്ക് ചെയ്തപ്പോൾ ഹീമോഗ്ലോബിൻ കൂടുതൽ. ഒരാണ് ചെക്ക് ചെയ്തപ്പോൾ 16.9. മിഷൻ കംപ്ലൈൻ്റ് ആണെന്നിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ ബ്ലഡ് CBC എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളതിന് നിൽക്കാൻ മിഷന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇപ്പോൾ 16.9 കാണിച്ചത്. അതിനുശേഷം അവർക്കൊരു സംശയമുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് ബ്ലഡ് ഒന്നുകൂടെ എടുത്ത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം രോഗികൾക്ക് ഇത് അസുഖം ബാധിച്ചവർക്കാണല്ലോ എൻ്റെ ബ്ലഡ് കൊടുക്കാമെന്ന്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും എഫക്റ്റ് ആയാലും വെച്ച് നല്ല പ്രിക്കോഷൻസും കാര്യങ്ങളാണ് അവരെ സൈഡിൽ നിന്ന് എടുക്കുന്നത്. ഓപ്പണായി പറയാലോ, നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഹോസ്പിറ്റാലിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് പണ്ടൊക്കെ ഒരുപാട് തവണ ഞാൻ ബ്ലഡ് കൊടുത്ത കാര്യങ്ങളും MVRൽ പോയിട്ട് 2 തവണ ബ്ലഡ് കൊടുത്തതും, അതേപോലെ മെഡിക്കൽ കോളേജിൽ ഒരു ചേച്ചി പ്രഗ്നൻ്റ് ആയ സമയത്ത് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് കൊടുത്തതും, MVRൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ബ്ലഡ് കൊടുത്തതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ബ്ലഡ് എടുക്കുന്ന നേരത്ത് ഈ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. നീട്ടിൽ കുറച്ച് വലിപ്പമുണ്ട് എന്ന് കണ്ടിട്ട് നിങ്ങളാരും പേടിക്കേണ്ട. ബ്ലഡ് കൊടുക്കുന്നത് നല്ലതാണ് 3 മാസം കൂടുമ്പോൾ എന്ന് പറഞ്ഞ്. കാരണം കുറേ അതിലേ കൊടുത്തിട്ട് അതുകൊണ്ടാണ് 1.5 കൊല്ലമായി. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഹീമോഗ്ലോബിൻ കൂടിയതെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ബ്ലഡ് കൊടുക്കാൻ ശ്രമിക്കുക, നല്ലതാണ് ആരോഗ്യത്തിന്. അതേപോലെ രോഗികളുടെ ഒരു ജീവൻ രക്ഷിക്കാനും ബ്ലഡ് കൊടുക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. അതപ്പോൾ അതിനുശേഷം ബ്ലഡും കാര്യങ്ങളും എടുക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങളിലായിരുന്നു. അതപ്പോൾ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് CBC എന്ന് പറഞ്ഞ എന്തൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ലൈനിലാണ് കിടക്കുന്നത് 17.4. അപ്പോൾ സ്ഥിരമായിട്ട് ബ്ലഡും കാര്യങ്ങളും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എത്രയോ ബെറ്റർ ആണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ബ്ലഡും കാര്യങ്ങളും എടുക്കുന്നില്ല. ഇങ്ങനെ ഗ്ലൂ എന്ന് പറഞ്ഞൊരു സൈഡിലേക്ക് ഇങ്ങനെ ഒഴുകും, ഒരു സൈഡിലേക്ക് ഇപ്പുറത്തേക്ക് ഒഴുകും. അങ്ങനെ ബ്ലഡ് ഇങ്ങനെ എടുത്തു. എന്നോട് പറഞ്ഞത് എന്തായാലും മെയിനായിട്ട് 3 മാസം കൂടുമ്പോൾ ബ്ലഡ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ വീഡിയോ എടുക്കലും വർക്കിൻ്റെ തിരക്കൊക്കെ ആയിട്ട് എനിക്കിപ്പോൾ ബ്ലഡ് കൊടുക്കാനായിരുന്നു സമയം കിട്ടാറില്ല. അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ ഓടി പോകാനേ പറ്റിയുള്ളൂ. എമർജൻസി ഒന്നും അല്ല, എന്നാലും കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ വിളിച്ചപ്പോൾ വേഗം പോയതാണ്. ബ്ലഡ് എടുത്ത് അതിൻ്റെ ബ്ലഡാണ് ആളങ്ങനെ പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ട് വെക്കുന്നത് കേട്ടോ. അവിടെ എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നോക്കി. ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ എന്തൊക്കെ ആ ദിവസം 3 യൂണിറ്റ് ബ്ലഡ് ആവശ്യം ഉണ്ടായതുകൊണ്ട് ഒന്ന് കണ്ണനും ഒന്ന് സൂപ്പർമാനെ പോലെ വന്ന എൻ്റെ ആകാശമായിരുന്നു. അന്ന് ജിഷ്ണുവിന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ജിഷ്ണുവിനെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ ആകാശ് വരും. അങ്ങനെ ഇവരിലാരെങ്കിലും ഒരാളാണ് എൻ്റെ ഫ്രണ്ട്സിൽ. എനിക്ക് 2 ഫ്രണ്ട്സേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിലൊന്ന് ആകാശവും ഒന്ന് ജിഷ്ണു വയ്ക്കൂ. അതിൽ ആകാശാണ് വന്നതിന്. അതുകൊണ്ട് ഒരുപാട് കാര്യത്തിൽപ്പെട്ട് അന്ന് ബ്ലഡ് കൊടുക്കാൻ ആകാശം ഉണ്ടായിന്. അതുകൊണ്ട് സന്തോഷം. അങ്ങനെ ബ്ലഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇവിടെ പോകാൻ വേണ്ടി പോവാണ്. ബ്ലഡ് എടുത്തിട്ട് എന്താ ക്ഷീണം കുടുങ്ങിയ പോലെ ഉണ്ട്. അപ്പോൾ പോകണം ഇവിടുന്ന് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അളിയെ ഫുള്ള് ചില്ലാണ്. ബ്ലഡ് എടുത്തതിന് ശേഷം ഓടി കിടക്കാണ്. ബ്ലഡ് കൊടുത്തതിന് ശേഷം ഫുൾ ഓൺ എനിക്ക് ക്ഷീണം. അപ്പോൾ തിരിച്ച് പോവാണ്. എൻ്റെ അമ്മ ഒറ്റാവില്ല. ഉള്ള പറഞ്ഞാൽ എന്താ നല്ല ക്ഷീണമുണ്ട്, നല്ല തുമ്മലുണ്ട്. ബ്ലഡ് എടുത്ത് മറ്റേ പറഞ്ഞാൽ അപ്പോൾ വന്ന് കൊടുക്കാൻ പറ്റിയിട്ടല്ല, ആവശ്യമായിപ്പോയി. ഇത് കാണാം എല്ലാവർക്കും എനിക്ക് ചെറിയ ജലദോഷമുള്ളൂ. വണ്ടി പാർക്ക് ചെയ്തതിൽ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കണം. ഈ വണ്ടി എടുക്കുമ്പോഴേ ഞങ്ങളൊരു പൊതിച്ചോറാവും, നിലച്ചോറൊക്കെ കൂടെ അത് വേണ്ടിക്കുക.
വണ്ടി എടുത്തിട്ട് പോട്ടെ. അവിടെ നിയർ ബൈ ആയിട്ടുള്ള കോൺട്രസ്റ്റിന്ന് ഫുഡും കാര്യങ്ങളും വാങ്ങി കഴിച്ച് തിരിച്ച് പോവുകയാണ് ചെയ്തത്. അന്ന് പെരും മഴ പെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് റെയിൻകോട്ട് എടുത്തില്ലേനി ആകാശ്. അന്നപ്പോൾ ആൾ റെയിൻകോട്ട് എടുക്കാത്തതുകൊണ്ട് ആക്കിൻ്റെ റെയിൻകോട്ടൊക്കെ കൊടുത്തില്ലേനി. അന്നോ അത്രയും ഡെഡിക്കേഷനോടെ വന്നേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ റെയിൻകോട്ട് ഇങ്ങോട്ട് ഓനങ്ങോട്ട് പോയി. ബൈ ഫ്രം വന്നിട്ടുള്ളതൊക്കെ.